എയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു. ദക്ഷിണേന്ത്യ പുതിയ രാഷ്ട്രീയത്തിന്റെ കരുത്ത് കാട്ടിയെന്ന മോദി. കേരളത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ബലിദാനികളായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജെഡിയുവും ടിഡിപിയും അടക്കമുള്ള എൻഡിഎ ഘടകകക്ഷികൾ മോദിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ മോദി തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും നാളെ എന്തു സംഭവിക്കുമെന്ന് വ്യക്തമാണ് എന്ന് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം നൂറ്റാണ്ടുകൾ പിന്നിലാണെന്നും മോദി പറഞ്ഞു. വോട്ടിംഗ് യന്ത്രമടക്കം സാങ്കേതിക വിദ്യയ്ക്ക് അവർ എതിരാണ്. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ വിജയം സമീപത്തുണ്ടായിരുന്നില്ല. തലമുറകൾ പ്രയത്നിച്ചു. ഒടുവിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയം നേടിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2024 എൻഡിഎയുടെ മഹാവിജയമെന്ന് മോദി പറഞ്ഞു. ബിജെപി പരാജയപ്പെട്ടുവെന്ന് പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചുവെന്ന് മോദി കൂട്ടിച്ചേർത്തു. ബിജെപി വിജയത്തിൽ ഉന്മാദിക്കുന്നില്ല, പരാജയപ്പെട്ടവരെ പരിഹസിക്കുകയുമില്ല എന്ന് പറഞ്ഞ മോദി 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 സീറ്റ് തികച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി. 4 जून के नतीजे चल रहे थे, मैं तो अपने काम में कुछ व्यस्त था, बाद में फोन आना शुरू हो गए, तो मैंने किसी को पूछा, यार ये तो ठीक है आंकड़े वांकड़े, तो मुझे ये बताओ कि ईवीएम जिंदा है कि मर गया? വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അപവാദ പ്രചാരണം അവസാനിച്ചുവെന്നും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ആകെ സീറ്റിനേക്കാൾ കൂടുതലാണ് ബിജെപിയുടെ ഇത്തവണത്തെ സീറ്റ് നിലയെന്നും മോദി അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.